നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല യുവജനോത്സവത്തിന്റെ പേരായ ഇന്തിഫാദ എന്നത് മാറ്റാൻ നിർദ്ദേശം. കലോത്സവത്തിന്റെ പോസ്റ്ററിലും സോഷ്യൽ മീഡിയയിലും നോട്ടീസിലും മറ്റും ഇന്തിഫാദ എന്ന പേര് ഉപയോഗിക്കരുതെന്ന് വിലക്കി ഉത്തരവിട്ടിരിക്കുകയാണ് സർവകലാശാല VC. മാർച്ച് 7-ന് തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന കേരള സർവകലാശാല യുവജനോത്സവത്തിന്റെ പേരാണ് ഇന്തിഫാദ. എന്താണ് ഈ പേരിന് പിന്നിലെ ദുരൂഹത? ഹമാസ് എന്ന ഭീകര സംഘടന നടത്തിവരുന്ന സായുധ പ്രക്ഷോഭങ്ങളെ വിളിച്ചു വരുന്ന പേരാണ് ഇന്തിഫാദ. ഇതൊരു അറബി വാക്കാണ്. പേരിന് മാത്രമല്ല, കലോത്സവത്തിന്റെ പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് പാലസ്തീന്റെ സ്കാർഫാണെന്നും ആക്ഷേപമുയരുന്നുണ്ട്. ഇന്തിഫാദ എന്ന പേര് സമുദായ ഐക്യം തകർക്കുമെന്ന് കാണിച്ച് നേരത്തെ പരാതി ഉയർന്നിരുന്നു. ഈ പേരിന് കലയുമായോ സംസ്കാരവുമായോ യാതൊരു ബന്ധവുമില്ലെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് VCയുടെ ഈ നടപടി. മാർച്ച് 7 മുതൽ ആരംഭിക്കുന്ന കലോത്സവത്തിന് സർവകലാശാല യൂണിയനാണ് പേര് നിർദ്ദേശിച്ചതെന്ന് രജിസ്ട്രാർക്ക് സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറിൽ നിന്നും സർവകലാശാല യൂണിയൻ ചെയർമാനിൽ നിന്നും ലഭിച്ച മറുപടി. ഈ മാസം 7 മുതൽ 11 വരെ നടക്കുന്ന കേരള സർവകലാശാല കലോത്സവത്തിന് ഇന്തിഫാദ എന്ന പേരിട്ടതിനെ ചോദ്യം ചെയ്ത് നിലമേൽ NSS കോളേജ് വിദ്യാർത്ഥി ആശിഷ് AS ആണ് കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട സിംഗിൾ ബെഞ്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, കേരള സർവകലാശാല എന്നിവർക്ക് നോട്ടീസ് അയച്ചിരുന്നു. വൈസ് ചാൻസലർക്ക് പ്രത്യേക ദൂതൻ വഴി നോട്ടീസ് നൽകാനും നിർദ്ദേശം നൽകിയിരുന്നു. അറബി പദമായ ഇന്തിഫാദയ്ക്ക് തീവ്രവാദവുമായും പാലസ്തീൻ ഇസ്രയേൽ യുദ്ധവുമായും ബന്ധമുണ്ടെന്നാണ് ഹർജിയിലെ വാദം. കലോത്സവത്തിന് ഈ പേര് നൽകരുതെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതേസമയം പേര് മാറ്റില്ലെന്ന രീതിയിലാണ് സർവകലാശാല യൂണിയൻ മുന്നോട്ട് പോകുന്നത്. ഫ്ലക്സും പ്രചരണ ബോർഡുകളും ഒന്നും മാറ്റിയിട്ടില്ല. പാലസ്തീൻ ജനതയുടെ പ്രതിരോധം എന്ന നിലയ്ക്കാണ് പേരിട്ടതെന്നാണ് വിശദീകരണം. ഈ വാക്ക് ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ലെന്നും ഇന്തിഫാദ എന്ന പേര് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. എന്നാൽ ചില ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദിയായി കലോത്സവത്തിന് മാറ്റാനാകില്ലെന്നാണ്, കലയും സംസ്കാരവും വളർത്താനുള്ള വേദിയാകണം കലോത്സവങ്ങളെന്നും VC രജിസ്ട്രാറെ അറിയിച്ചിട്ടുണ്ട്.